ഓക്കെ, അപ്പോൾ ക്യാപ്കട്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോസ് ഫുള്ളി എഡിറ്റ് ചെയ്ത് തീർക്കുക. ഞാൻ അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് എഫക്റ്റ് വേണമെങ്കിലും ഇട്ടോ, എന്ത് എഫക്റ്റ് ഇട്ടിട്ട് ഫുള്ളി വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഞാൻ ഇപ്പോൾ അവിടെ പ്രോ എഫക്റ്റ് പറഞ്ഞിട്ട് ഒരു ഫിൽറ്ററും ഒരു ട്രാൻസിഷനും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ വലിച്ചിട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു എഫക്റ്റും കൂടി ഈ ഒരു ഫിൽറ്റർ കൂടി ഞാൻ ഇവിടുന്ന് വലിച്ചതാ ഇവിടോട്ട് ഇട്ടു. ജസ്റ്റ് ഇതാ കണ്ടോ, ആ ഫിൽറ്റർ ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലൊക്കെ ഡയമണ്ട് ഐക്കൺസ് ഉണ്ട്. ഈ ഫിൽറ്ററാണ് ഇപ്പോൾ ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് സംഭവം ജസ്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കളറും ഗ്രേഡിങ്ങും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ട പോലെ വെച്ചിട്ട് നിങ്ങൾ മൊത്തം ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മൊത്തം നിങ്ങൾ വേണ്ട സാധനങ്ങൾ മൊത്തം സെലക്ട് ചെയ്യുക. അത് വേണ്ടതെന്നല്ല, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ടെക്സ്റ്റ് എഫക്ട്സ് അതുപോലെ തന്നെ എല്ലാ സൗണ്ട് എഫക്ട്സ് മൊത്തത്തിൽ. ഇതിൽ സൗണ്ട് എഫക്ട്സ് ഞാൻ കൊടുത്തിട്ടില്ല. എന്തൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ച് കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആക്കാൻ വേണ്ടി പറ്റും. മൊത്തം സെലക്ട് ചെയ്യുക. മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് എന്ന് കണ്ടിട്ടുള്ളത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് ഒറ്റ ക്ലിപ്പായിട്ട് മാറും. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഒറ്റ ക്ലിപ്പായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇങ്ങോട്ട് ഇവിടെ ഈ വീഡിയോൻ്റെ ഈ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മോഷൻ ബ്ലർ കാണാൻ വേണ്ടി പറ്റും. അവിടെ മോഷൻ ബ്ലർ ജസ്റ്റ് ഇതൊന്ന് എനേബിൾഡ് ആക്കി കൊടുക്കുക. എനേബിൾഡ് ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷേ എനിക്കിപ്പോൾ മോഷൻ ബ്ലറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് പ്രോസസ്സിങ് കാണാൻ പറ്റും. ഈ പ്രോസസ്സിങ് ഈ അപ്ലൈങ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇത് കാത്തുക. അത് കഴിയുന്നവരെ. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോഷൻ ബ്ലർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഫയൽ മാനേജറിലുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത് എക്സ്പോർട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഫയൽ മാനേജറിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ മോഷൻ ബ്ലർ ഓൺ ആക്കിയിട്ടാൽ മതി. പക്ഷേ നോർമൽ ഫയൽ മാനേജറിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റില്ല. അതെങ്ങനെയാണ് ആ ഫയൽ മാനേജറിൽ നിന്ന് വീഡിയോ എടുക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ മാനേജറിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എടുത്തും കാണിച്ചു തരാം. ഓക്കെ, ഇനി ഈ വീഡിയോ ഫയൽ മാനേജറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് CapCut 1 എന്നാണ്. നിങ്ങളുടെ ഒരു എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും അവിടെ മുകളിൽ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ല പേരിടുക, അതായത് കണ്ടാൽ മനസ്സിലാവുന്ന എന്തെങ്കിലും പേരിടുക. നോർമലി CapCutലെ പ്രൊജക്റ്റൊക്കെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും നല്ല പേരിട്ട് വയ്ക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അതായത് നിങ്ങൾക്ക് മനസ്സിലാണ് അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ CapCut 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CapCut പണിയുണ്ട്. ജസ്റ്റ് CapCut ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ CapCutൻ്റെ ഹോം പേജിലോട്ട് വരിക. അപ്പോൾ നമ്മൾ CapCutൻ്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടെ കാണുന്ന ജസ്റ്റ് ഇതാ ഈ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയിട്ട് ഇത് അവിടെ ഈ സേവ് ടു എന്നുള്ള ഈ ഫോൾഡർ ഐക്കൺ ഉണ്ടല്ലോ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഫോൾഡർ ഐക്കൺ അതായത് ഇവിടെ കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ഈ സേവ് ടു എന്നുള്ള ഐക്കണിൽ ഇവിടെ ഈ ഫോൾഡറിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിതാ നിങ്ങളുടെ ഫോൾഡറിലോട്ട് എത്തും. ഇത് ഈ പാത്ത് നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഈ പാത്ത് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. ഈ പാത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെയാണ് നമ്മളെ വീഡിയോ കിടപ്പുള്ളത്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ക്വാളിറ്റിയിൽ ഈ ഫോൾഡറിനകത്ത് നമ്മുടെ വീഡിയോ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ പാത്ത് ജസ്റ്റ് കോപ്പി ചെയ്തിടുക. ഓക്കെ, പാത്ത് ചെയ്തിട്ട് ജസ്റ്റ് ഈ സംഭവം ക്ലോസ് ചെയ്യുക കേട്ടോ. സംഭവമൊക്കെ ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഈ പാത്തിലോട്ട് പോകാം, ആ ഫോൾഡറിലോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് 6 അടിക്കുക. വിൻഡോസ് 6 അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫയൽ ലൊക്കേഷനിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നമ്മളുടെ ആ CapCutൻ്റെ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, എൻ്റെ പ്രൊജക്റ്റ് അവിടെ CapCut 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റിൻ്റെ പേരും ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടല്ലോ CapCut 1 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഈ പ്രൊജക്റ്റ്. ജസ്റ്റ് അതിലോട്ട് കയറുക. അതിലോട്ട് കയറി കഴിഞ്ഞാൽ റിസോഴ്സ് ഉണ്ടാവും. റിസോഴ്സ് ഈ കാണുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഇതിലോട്ട് കയറുക. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീഡിയോ ആൽഗി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡർ. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതാ നമ്മളുടെ ആ വീഡിയോ ഫുൾ ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്പോർട്ട് ഒന്നും ചെയ്യില്ല, ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഞാനിപ്പോൾ ഇതാ ഈ വീഡിയോ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ വേറൊരു ഫോൾഡറിലോട്ട് പോയി. വേറൊരു ഫോൾഡറിൽ വന്നിട്ട് ഇതെൻ്റെ വേറൊരു എഡിറ്റിംഗ് ഫോൾഡറാണ്. ജസ്റ്റ് അതിലൊരു ഫോൾഡർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ വെച്ചിട്ട് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പോർട്ട് ചെയ്ത പോലെ എനിക്കിത് ഫുൾ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ